ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അനില മനു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യമനിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ട് കാണും അല്ലേ, ചിക്കൻ മന്തി. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ഈ ഡെലീഷ്യസ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഒരുപാട് മസാലകളൊന്നും ഇതിനകത്തിടുന്നില്ല. പിന്നെ ഒരു സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ഒരു തുടം വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് പൊടികളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സൽസ ഉണ്ടാക്കുന്നുണ്ട്. ഈ നമ്മുടെ മന്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന സാലഡാണത്. അപ്പം നമുക്ക് ഈ വേണ്ട സാധനങ്ങളെല്ലാം നമ്മളൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുക്കിംഗ് അത് വളരെ എളുപ്പമാക്കും എന്നാണ് പറയുന്നത്. ആണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി എടുക്കേണ്ടി വരും. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗാർലിക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത്രയും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളർ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കളർ വരും. അല്ലാതെ എക്സ്ട്രാ നമ്മൾ കളറൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ തൊലിയോട് കൂടിയ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറോ, അല്ല നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും നല്ലത്, നന്നായിട്ട് പിടിക്കും. അത്ര നേരം വെച്ച് ഫ്രിഡ്ജിലൊന്ന് വെച്ചിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമുക്കിനി റൈസ് പ്രിപ്പയർ ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. നമ്മളിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെസൽ എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഒരു ചെറിയതായിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു നല്ല സ്മെല്ല് വരും. പിന്നെ പച്ചമുളക്, സ്പൈസസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടുക. ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ ഒരു ഉണക്കനാരങ്ങ. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ മല്ലിയായിട്ട് ഉള്ളതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിട്ടത്. പിന്നെ മല്ലിപ്പൊടി ഇട്ട്, കുരുമുളക്, ഉപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അളന്ന് വേണം വെള്ളം ഒഴിക്കാൻ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്താണ് അരി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ മെഷർ ചെയ്ത് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. കുറച്ച് കട്ടിക്ക് ഇത് ഫോയിൽ പേപ്പർ വയ്ക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് അകത്തോട്ട് താന്നു പോകാൻ, നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ചിക്കൻ വയ്ക്കാനായിട്ടാണ്, താന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒന്നത് ഫിക്സ് ചെയ്യണം. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞൊരു ചെറിയതായിട്ട് ഹോളിട്ട് കൊടുക്കാം. കാരണം ഈ ചോറ് വെന്ത് ആവി വരത്തില്ല, ആവി കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ചിക്കൻ വേകേണ്ടത്.
ഞാനൊരു കുഞ്ഞു പിച്ചാത്തി കൊണ്ട് ഒരു ഹോളുകളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് എടുത്ത് വയ്ക്കാം അതിൻ്റെ മുകളിലേക്ക്. ഇനി നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് സൽസ ഉണ്ടാക്കാം. തക്കാളിയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് ഇതെല്ലാം അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ഇവിടെ നമ്മുടെ മിക്സി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. അതിനകത്തോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, സവാള, പിന്നെ മല്ലിയില, ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നാരങ്ങാനീര് വേണമെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കാം. പിന്നെ ജീരകം ഓപ്ഷണലാണ്. എനിക്ക് ഇതിനകത്ത് ഇടുന്ന ഇഷ്ടമില്ല, പക്ഷേ സാധാരണ മന്തി സൽസയ്ക്കകത്ത് ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഒരുവിധം വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കനും കൂടി ഈ ചോറിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിലൊരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ ബൈ.